കണ്ടിട്ട് ഇപ്പോൾ ഇറങ്ങിയുള്ളൂ. ഒരു കൊച്ചു സിനിമ എന്ന് പറയാം. ആ കൊച്ചിനെ ഉള്ളൊരു ഇതിലായിട്ട് പോകുന്നതാണ്. അത് ഭംഗിയായിട്ട് നല്ല അതിമനോഹരമായിട്ട് ഫ്രെയിം വെച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നിവിൻ്റെ ഇപ്പോൾ സർവ്വമായം ഇറങ്ങിയിട്ട് ഇപ്പോൾ രണ്ടാമത്തെ പടം ഇതേമാതിരി ഒരു നല്ലൊരു സസ്പെൻസായിട്ട് പോകുന്നതേ ഉള്ളൂ. നന്നായിട്ടുണ്ട്. എല്ലാവരും അഭിനയിച്ചവരെല്ലാവരും നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ആ ട്രാഫിക്കിലായിരുന്നു അങ്ങനെ ഒരു തലവേദന. എന്ന് വെച്ചാൽ ട്രാഫിക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ പോകുന്ന സീനും കാര്യങ്ങളും അതേമാതിരി ഒരു ഇതായിരുന്നു. ഈ കൊച്ചിനെ എവിടെ എന്നുള്ളൊരു ഇതിൽ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട് ആ പടം. എല്ലാവരും തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ചിങ്. ത്രില്ലറാണ്. കൊച്ചു സിനിമയിൽ അതിന് നല്ലൊരു ത്രില്ലർ വെച്ചിട്ട് ആ സംവിധായകനെ സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബോബി സഞ്ജയ് ആണല്ലോ അപ്പോൾ അതിൻ്റെ ഇത് റൈറ്ററൊക്കെ. അപ്പോൾ നീവിന് വലിയതൊന്നും ഇല്ലെങ്കിലും ചെയ്തു വെച്ച സംഭവം അടിപൊളിയായിട്ടുണ്ട്. എന്ന് വെച്ചാൽ രണ്ടാമത്തെ പടം സൂപ്പർ ഹിറ്റ് ആവുമെന്ന് വിചാരിക്കാം. ഫസ്റ്റ് പടത്തിനിപ്പോൾ എന്തായാലും ഫസ്റ്റ് പടത്തിനിപ്പോൾ സർവ്വമായം ബേബികളൊക്കെ നമ്മൾ ചെയ്ത വർക്കാണ്. ഞങ്ങളും ഉണ്ടായിരുന്നു അതിന് ക്രൗഡ് വർക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു തിരിച്ചുവരവ് തന്നെയാണ് ഇപ്പോൾ നീവിൻ്റെ രണ്ടാമത്തെ ഇതും. ഇനിയിപ്പോൾ 2-3 പടം കൂടി വരാനുണ്ട്. അത് ഞങ്ങൾ തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് വരുന്നു. ഒരു രക്ഷയില്ല. സംഗീതിൻ്റെ അടിപൊളിയായിട്ടുണ്ടാവും. നമ്മളാ ഇതിൽ കാണുന്ന മാതിരി ഒന്നല്ല. പിന്നെ ഓരോന്ന് പൊപ്പൊളിയായിട്ട് വരുന്നുണ്ട് ഓരോ സീൻ. അടിപൊളിയായിട്ടുണ്ട്. ഇമോഷണൽ റൈഡാണ്. പിന്നെ അതിൻ്റെ പെങ്ങളായിട്ട് അഭിനയിച്ച കുട്ടി അവളും നന്നായിട്ടുണ്ട്. കൊച്ചിനെ കുറച്ച് ഭാഗങ്ങളിൽ എങ്ങനെ എടുത്ത് കാണിക്കണമെന്നുണ്ടെങ്കിലും ആ കൊച്ചാണ് ഹീറോ. നന്നായിട്ടുണ്ട്. എല്ലാവരും മസ്റ്റ് വാച്ച് തിയേറ്ററിൽ. അല്ലാതെ വേണ്ട. എല്ലാവരും കണ്ട അഭിപ്രായം പറയുക. നല്ലൊരു കൊച്ചു സിനിമയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.